ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടാകും. പക്ഷേ ചിലർ ആ വേദനയെ ശക്തിയാക്കി മാറ്റുന്നു. ഉധം സിംഗ് അത്തരത്തിലൊരു മനുഷ്യനായിരുന്നു. 1899 ഡിസംബർ 26 പഞ്ചാബിലെ സുനാം എന്ന സ്ഥലത്ത് ജനനം. അവന്റെ യഥാർത്ഥ പേര് ഷേർ സിംഗ് എന്നായിരുന്നു. അവന് ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. അതിനുശേഷം അവനും സഹോദരനും ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടെ നിന്നാണ് അവന് ഉധം സിംഗ് എന്ന പേര് ലഭിച്ചത്. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സർ നഗരത്തിൽ ജാലിയൻ വാലാ ബാഗ് എന്ന സ്ഥലത്ത് ആയിരങ്ങൾ സമാധാനമായി കൂടിയിരുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യം വന്നു വെടിവെക്കാൻ ഉത്തരവിട്ടു. ജനങ്ങൾ ഓടാൻ ശ്രമിച്ചു. പക്ഷേ പുറത്തേക്കുള്ള വഴി അടഞ്ഞിരുന്നു. വെടിയുണ്ടകൾ നിരന്തരം പാഞ്ഞു വന്നു. മണ്ണിൽ വീണത് അനേകായിരം മനുഷ്യരായിരുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് വീണു. ഒരു യുവാവ് സഹായം ചോദിച്ചു, എന്നാൽ ആരും രക്ഷപ്പെടുത്തിയില്ല. അവിടെ നിന്ന് ഇതെല്ലാം നിസ്സഹായനായി നോക്കി നിന്ന ഒരാളുണ്ടായിരുന്നു, ഉധം സിംഗ്. ആ ദിവസം അവൻ ജീവനോടെ രക്ഷപ്പെട്ടു. പക്ഷേ അവന്റെ മനസ്സിൽ ആ മുറിവ് ജീവിച്ചു. ഒരു തീരുമാനമെടുത്തു അവൻ മനസ്സിൽ പറഞ്ഞു, ഇത് ഞാൻ മറക്കില്ല, പൊറുക്കില്ല. ഈ സംഭവത്തിന് നീതി വേണം. അവൻ അന്നേ ദിവസം പ്രതികാരം ചെയ്തില്ല. അവൻ ആവേശത്തിൽ ഒന്നും ചെയ്തില്ല. പകരം അവൻ കാത്തിരുന്നു. 1 വർഷമല്ല, 5 വർഷമല്ല, 10 വർഷമല്ല, നീണ്ട 21 വർഷങ്ങൾ. അവന്റെ ഉള്ളിലെ തീ അവൻ അണയാതെ കാത്തു സൂക്ഷിച്ചു. അങ്ങനെ 1940 മാർച്ച് 13 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ ഒരു യോഗം നടക്കുകയായിരുന്നു. അവിടെ മൈക്ലോ ഡ്വർ സംസാരിക്കുകയായിരുന്നു. പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രധാന പിന്തുണ നൽകിയ വ്യക്തി. ഹാളിൽ നിശബ്ദത. ജനങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങകലെ മാറി അവിടെയൊരു മനുഷ്യൻ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. അത് ഉധം സിംഗ് ആണ്. അവൻ വർഷങ്ങളായി കാത്തിരുന്ന ആ നിമിഷം ഇതാ ഇപ്പോൾ എത്തിയിരിക്കുന്നു. യോഗം അവസാനിക്കുമ്പോൾ ഉധം സിംഗ് ശാന്തമായി എഴുന്നേറ്റ് മുൻപോട്ട് വന്നു. അവന്റെ ഹൃദയം തിടുക്കം കൂട്ടിയിരുന്നില്ല. അവന്റെ മുഖത്ത് തെല്ലും ഭയമുണ്ടായിരുന്നില്ല. അവൻ തന്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന തോക്ക് പുറത്തെടുത്തു. ഒരു നിമിഷം നിശബ്ദത, പിന്നെ ഒരു വെടിയൊച്ച. മൈക്ലോ ഡ്വർ നിലത്തു വീണു. ഹാളിൽ കലാപം. ആൾക്കാർ ഭയന്നോടി. പക്ഷെ ഉധം സിംഗ് ഓടിയില്ല. അവൻ അവിടെ തന്നെ നിന്നു. 21 വർഷം നീണ്ട വേദനയ്ക്ക് ഒരു നിമിഷത്തിൽ മറുപടി ലഭിച്ചു. ഉധം സിംഗ് പിടിക്കപ്പെട്ടു. കോടതിയിൽ അവനെ ഹാജരാക്കിയപ്പോൾ ജഡ്ജി ചോദിച്ചു, നീ എന്തിനിത് ചെയ്തു? അവൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യത്തിനു വേണ്ടി ഇത് ചെയ്തു. അവൻ ക്ഷമ ചോദിച്ചില്ല. അവൻ തല താഴ്ത്തിയില്ല. 1940 ജൂലൈ 31 ഉധം സിംഗിനെ തൂക്കിലേറ്റി. അവൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി. പക്ഷെ അവന്റെ സന്ദേശം ഇന്നും ജീവിക്കുന്നു. ഉധം സിംഗിന്റെ കഥ പ്രതികാരത്തിന്റെ കഥയല്ല, അത് ഉറച്ച മനസ്സിന്റെ കഥയാണ്. വേദന നമ്മെ തകർത്തേക്കാം, പക്ഷെ അതേ വേദനയ്ക്ക് നമ്മെ ശക്തരാക്കാനും കഴിയും. ഉധം സിംഗ് തന്റെ വേദനയെ ശക്തിയാക്കി. അതുകൊണ്ടാണ് അവൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. നന്ദി.